ഇപ്പൊ എല്ലാവരും എന്നെ സ്ഥിരം ഞാൻ കമന്റ്സ് നോക്കാറില്ല കേട്ടോ, കാരണം കമന്റ്സ് വായിച്ച തന്നെയാണെന്ന് എനിക്കറിയാം. സംഗി ചാണകം എന്നൊക്കെ വിളിക്കും. അപ്പൊ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ്. കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പന്മാരും ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നിരുന്നത്. ദ്രവ്യങ്ങളിൽ 5 എണ്ണം പശുവിന്റെ ചാണകം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് ചാണകത്തിനെ കുറ്റം പറയും. അപ്പൊ ഞാൻ പറയും, ചാണകത്തിനെ പോലും റെസ്പെക്റ്റോട് കാണുന്ന അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസികളെ മനസ്സിലെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പറയുമ്പോഴും നമ്മുടെ പ്രാധാന്യം കൂടി വരികയാണ്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ വരണം. അത്ഭുതങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ഈ വർഗീയവാദി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ഈ അബ്ദുൽ സലാം എന്താ ജാതി, അനിൽ ആന്റണി എന്താണ്, അങ്ങനെ ഇതെല്ലാം പറയുന്ന ഇവരുടെ പല സഖ്യകക്ഷികളെ എടുത്തു നോക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അപ്പം അറിയാം ഏതാണ് വർഗീയത. ഇതൊന്നും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയുക. നമ്മൾ എല്ലാവരും എടുത്തു, നമുക്ക് ആരും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളെമാരി ജീവിച്ച കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളൂ. എനിക്ക് നല്ലോണം അറിയാം അവരുടെ സ്വഭാവം. അപ്പൊ ഇവരാണെങ്കിൽ ഇപ്പൊ അനിൽ ആന്റണിയാണ് അവർ പിടിച്ചിട്ടുള്ളത്. അനിൽ ആന്റണി പാവം അമേരിക്കയിലൊക്കെ പഠിച്ച് ഡൽഹിയിൽ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല ആളെ. ഇനി അടുത്ത് തന്നെയായിരിക്കും. അതിനൊത്തിരി ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല. ഇവരിങ്ങനെ ഞങ്ങളെയാണ്, അതായത് കോൺഗ്രസിന് വന്ന ആളുകളെ മാനസികമായിട്ട്